ഇപ്പോൾ 1 ഡയമെൻഷണൽ അറേ പറഞ്ഞു. അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ അറേ. 2 ഡയമെൻഷണൽ അറേ ഈ നമ്പറിൽ ഉദ്ദേശിക്കുന്നത് ഒരു മെട്രിക്സിനെയാണ്. അപ്പോൾ ഒരു മെട്രിക്സിനെ എങ്ങനെയാണ് നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് അടുത്ത പ്രോഗ്രാമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്പർ ഇമ്പോർട്ട് ചെയ്തു, np.array അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കണം, അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ, അതായത് ഒരു ലിസ്റ്റിനുള്ളിൽ 2 ലിസ്റ്റ്, അങ്ങനെ നമ്മൾ കൊടുക്കണം. അതായത് ആദ്യം ഒരു വലിയ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ 2 എലമെന്റ്സ് ഉണ്ട്, 2 എലമെന്റ്സും ലിസ്റ്റാണ്. ആദ്യത്തെ ലിസ്റ്റ് എന്താണ്? 1 2 3 എന്നുള്ളൊരു ലിസ്റ്റും പിന്നെ 4 5 6 എന്നുള്ളൊരു ലിസ്റ്റ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യത്തെ ലിസ്റ്റ് ഫസ്റ്റ് റോ ആകും, സെക്കൻഡ് ലിസ്റ്റ് സെക്കൻഡ് റോ ആകും. അപ്പൊ അങ്ങനെ 2 റോയും ഇവിടെ 3 നമ്പർ ഉണ്ട് ഈ ലിസ്റ്റിന്. അപ്പൊ 3 കോളവും ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ആവും. അപ്പൊ ആദ്യത്തെ റോയില് 1 2 3 എന്നായിരിക്കും, രണ്ടാമത്തെ റോയില് 4 5 6, അങ്ങനെ എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ആവും. ഇത് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു മെട്രിക്സ് 1 2 3 4 5 6 ഇങ്ങനെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ആയി. ഇതിന്റെ ഡയമെൻഷൻ അല്ല, ഇതിന്റെ റാങ്ക് എന്താണ്? മെട്രിക്സിന്റെ റാങ്ക് 2 ആണ്. അതുപോലെ സൈസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്. ഇവിടെ 6 എലമെന്റ്സ് ഉണ്ട്, 1 2 3 4 5 6. അത് ഇതിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സിന്റെ ഓർഡർ. ഇവിടെ 2 റോയും 3 കോളവുമാണ്. അതാണ് ഇവിടെ 2, 3 എന്ന് പ്രിന്റ് ആയിരിക്കുന്നത്. 2 റോ, നമ്പർ ഓഫ് റോസ് ആണ് ആദ്യം, പിന്നെ ഇത് നമ്പർ ഓഫ് കോളംസ്. അതുപോലെ തന്നെ ഇതുപോലെ 3D അറേ ഉണ്ടാക്കാം, 4D അറേ, 5D അറേ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. സാറേ 2 ബ്രാക്കറ്റിലും 3 നമ്പർ വേണ്ടേ? 2 ബ്രാക്കറ്റിൽ 3 നമ്പർ വേണം, അല്ലെങ്കിൽ എററാണത്. 2 ബ്രാക്കറ്റിൽ 3 നമ്പർ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കോമ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 2 ഇതിൽ 3 തന്നെ വേണം, ഈക്വൽ ഇത് തന്നെ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ എററാണ്. ഇതുപോലെ തന്നെ 3D അറേ ഉണ്ടാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വലിയ ലിസ്റ്റിനുള്ളിൽ 2 എലമെന്റ്സ് ഉണ്ടാവും, അത് 2 ലിസ്റ്റാണ്. ആ 2 ലിസ്റ്റിനുള്ളിലും 2 എലമെന്റ്സ് ഉണ്ടാവും, അതും ലിസ്റ്റാണ്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3D അറേ ഉണ്ടാവും. 3D അറേ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു ടെൻസർ ആണ്. ടെൻസർ എന്താണ്? ടെൻസർ എന്താ? ടെൻസർ മെട്രിക്സ് പോലെയാണ്, അതിന്റെ കുറച്ചുകൂടെ ഹയർ ഡയമെൻഷൻ ഉള്ളതാണ്. അതായത് ഒരു മെട്രിക്സ് എടുക്കുക, ഒരു പേപ്പറിൽ ഒരു മെട്രിക്സ് എഴുതി വെക്കുന്നു എന്ന് വിചാരിക്കുക. ആ വേറൊരു പേപ്പറിൽ ഒരു മെട്രിക്സ് എഴുതി വെക്കുന്നു. ആ 2 പേപ്പറും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വെക്കുകയാണ്. അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്, അതിന് തൊട്ട് പുറകിൽ ഒരു മെട്രിക്സ് ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് ടെൻസർ എന്ന് പറയുക. അതായത് മെട്രിക്സ് ഇപ്പോൾ ഒരു പേപ്പർ ആണെങ്കിൽ, ഒരു 2D പ്ലെയിൻ ആണെങ്കിൽ, ടെൻസർ എന്ന് വെച്ചാൽ ഒരു ക്യൂബ് ആയിരിക്കും. ഇതിന് ഒരു ബാക്കിലേക്ക് ഒരു ഡയമെൻഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതിന് 3 ഓർഡർ പറയുമ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടാവും. മെട്രിക്സ് 1/2 2/3 എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ 1/2/3 എന്ന് പറയും, 3 നമ്പർ ഉണ്ടാവും. അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമ്പർ ഓഫ് റോസ് ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് കോളംസ്, അതുപോലെ തന്നെ ബാക്കിലേക്ക് എത്ര മെട്രിക്സ് ഉണ്ടെന്നുള്ളതാണ് ടെൻസർ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ 2 മെട്രിക്സ് ഡിഫൈൻ ചെയ്യണം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെയുള്ള 2 2D അറേസ് കോമ ഇട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ടെൻസർ ആവും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ കിട്ടും. 2 മെട്രിക്സ് ആണ് ബേസിക്കലി ഒരു ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 മെട്രിക്സ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വെക്കുന്നതിനാണ്
ടെൻസർ എന്ന് പറയും. ഇത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതായത് കൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനസ്സിലായോ ടെൻസർ എന്താണെന്നുള്ളത്? മനസ്സിലായി. ഞാൻ ആ സമയത്ത് എന്തോ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ടെൻസർ ഇങ്ങനെ ഒരു ക്യൂബ് വെച്ച് ഒരാൾ ചെയ്യുന്ന ഒരു വീഡിയോ, ഓർമ്മയുണ്ടോ അത്? വാട്ട് ഈസ് ടെൻസർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ വീണ്ടും അയച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. 1D അറേ എന്ന് പറഞ്ഞ ഒരു വെക്ടറിന് ഇക്വലന്റ് ആണ്. 2D അറേ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന് ഇക്വലന്റ് ആണ്. 3D ഹയർ ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞാൽ ടെൻസേഴ്സ് ആണ്. പക്ഷെ നമുക്കിവിടെ മെട്രിക്സും ഈ 1D അറേ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ടെൻസേഴ്സ്. അതുപോലെ തന്നെ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ ഇൻഡെക്സിങ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻഡെക്സിങ് ഉണ്ട്. അതായത് ഫസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0യിൽ തന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3 അങ്ങനെ ഇൻഡെക്സ് ഉണ്ട്. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? പ്രിന്റ് ARR1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള നമ്പർ ആയിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള നമ്പർ എന്തായിരിക്കും? സർ 2 ആണ്. 0th ഇൻഡെക്സിലാണ് ഫസ്റ്റ് എലമെന്റ് സ്റ്റോർ ചെയ്യുക, അതായത് 1. ഇപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് 2 ആണ്. റൺ ചെയ്യുമ്പോൾ 2 കിട്ടും. ഇത് നമ്മൾ നേരത്തെ ലിസ്റ്റിന്റെ ഇൻഡെക്സിങ് പഠിച്ചത് അതേപോലെ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും പ്രിന്റ് ആവുന്നതെന്ന് പറഞ്ഞു. ഇത് മെട്രിക്സിന്റെ കേസാണ്. ആദ്യം നമ്മളൊരു വെക്ടർ ആണ് എടുത്തത്. ഇവിടെ ഒരു മെട്രിക്സ് ആണ്. ഒരു ലിസ്റ്റിനുള്ളിൽ 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സ് ആകുമ്പോൾ 2 ഇൻഡെക്സ് നമ്മൾ കൊടുക്കണം. 2 ഇൻഡെക്സ് കൊടുക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും പ്രിന്റ് ആവുക? 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോ. 3 എന്ന് വെച്ചാൽ തേർഡ് കോളം. അപ്പോൾ ഫസ്റ്റ് റോ ആണ് ഇത്. ഫസ്റ്റ് ലിസ്റ്റിലെ തേർഡ് ഇൻഡെക്സിലുള്ള നമ്പർ പ്രിന്റ് ആവും. അതെന്തായിരിക്കും? 4 എന്ന് പ്രിന്റ് ആവും. ഇപ്പൊ ഇവിടെ ഞാൻ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പ്രിന്റ് ആവും? 1,3 2 ആണോ? സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ് 9 പ്രിന്റ് ആവും. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിലെ ഇൻഡെക്സിങ് വരുന്നത്. ഈ ഒരു സിംഗിൾ അറേയിലാണെങ്കിൽ 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ ലിസ്റ്റിന് ഇക്വലന്റ് ആണ്. പക്ഷെ ഒരു മെട്രിക്സ് വരുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യത്തെ നമ്പർ ഏത് റോ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഏത് കോളം ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 2, അല്ലെങ്കിൽ 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 8. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ ഇതോ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞു എന്തായിരിക്കും കിട്ടുക? അതായത് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എലമെന്റ്
ലാസ്റ്റിൽ നിന്ന് ആദ്യത്തെ 10. ഇൻഡെക്സിങ് ഇങ്ങനെയാണ്. അതുപോലെ സ്ലൈസിങ് നമ്മൾ ലിസ്റ്റിന് പഠിച്ചില്ലേ, അതായത് ഈ കോളൻ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്, അത് സെയിം ആയിട്ട് അറയിലും ഉണ്ട്. ഈ ആദ്യത്തെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? അറേ 1:5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 5th തൊട്ട് മുന്നേ ഉള്ള ഇൻഡെക്സ് വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ആവും. എന്ത് കിട്ടും? Two, three, four. 2, 3, 4. 4 വരെ ഉള്ളോ? 5 കൂടെ കിട്ടും. അതായത് 5ന്റെ ഇൻഡെക്സ് എന്താണ്? 4 ആണ്. 0th ഇൻഡെക്സിൽ 1, ഫസ്റ്റ് ഇൻഡെക്സിൽ 2, സെക്കൻഡ് ഇൻഡെക്സിൽ 3, തേർഡ് ഇൻഡെക്സിൽ 4, ഫോർത്ത് ഇൻഡെക്സിൽ 5 ആണ്. അപ്പോൾ 4th ഇൻഡെക്സ് വരെ പ്രിന്റ് ആവും. 1 മുതൽ 5ന് തൊട്ട് മുന്നേ ഉള്ള ഇൻഡെക്സ്, 5ന് തൊട്ടുമുള്ള ഇൻഡെക്സ് 4 ആണ്. അപ്പോൾ 4th ഇൻഡെക്സിലാണ് 5 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 5 വരെ പ്രിന്റ് ആവും. ഇവിടെ ഞാൻ 2, 7 എന്നാ കൊടുക്കുന്നെങ്കിലോ എന്ത് കിട്ടും? എന്ത് കിട്ടും? 3, 6, 7. 3, 5, 6, 7. 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. നമ്മൾ നേരത്തെ ലിസ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഇതോ ഫസ്റ്റ് നമ്പർ കൊടുത്തില്ലെങ്കിൽ എന്ത് കിട്ടും? One, two, three, four. 1, 2, 3, 4, 5. 5 കിട്ടും. കിട്ടില്ലല്ലോ, 4 വരെ കിട്ടും. 1, 2, 3, 4 വരെ കിട്ടും. 0, അതായത് ഫസ്റ്റ് നമ്പർ കൊടുത്തില്ലെങ്കിൽ അത് 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3, 4. ഇങ്ങനെ കൊടുത്താലോ 1:5:2. ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 5ന് തൊട്ട് മുന്നേ ഉള്ള ഇൻഡെക്സ് വരെ 2ന്റെ ഡിഫറൻസിൽ പ്രിന്റ് ആവും. ഫസ്റ്റ് ഇൻഡെക്സിൽ 2 ആണ്, 2 ആദ്യം പ്രിന്റ് ആവും, പിന്നെ 4 പ്രിന്റ് ആവും, അങ്ങനെ 2 4. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ലിസ്റ്റിന്റെ സ്ലൈസിങ് തന്നെയാണ്, 1 ഡയമെൻഷണൽ അറേയുടെ സ്ലൈസിങ്. ഇനി 2 ഡയമെൻഷണൽ അറേ, അതായത് മെട്രിക്സിലെ സ്ലൈസിങ് എങ്ങനെയാണ് വരുന്നത്? മെട്രിക്സ് ആകുമ്പോൾ 2 നമ്പർ നമ്മൾ കൊടുക്കണം, കോമ ഇട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റില് റോയിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് കൊടുക്കണം, സെക്കൻഡിൽ കോളത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 1:1:4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 7, 8, 9, 10. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 4th ഇൻഡെക്സ് വരെ 0, 1, 2, 3, 4, 7, 8, 9. 7, 8, 9. ഓക്കെ, അപ്പൊ അതും മനസ്സിലാവുന്നുണ്ട് അല്ലേ? അടുത്തതോ, ഇത് മനസ്സിലായോ? ആദ്യത്തെ ഇൻഡെക്സ് നോക്കുന്നത് കോളം റോ ആണ്, ഏത് റോയിലാണ് പ്രിന്റ് ആവേണ്ടതെന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് കോമ കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഇവിടെ നോക്കുന്നത് ഏത് കോളത്തിലെ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0, 1 എന്നാണ് റോയുടെ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ 1 ആണ്. 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഇതാണ് 6, 5, 7, 8, 9, 10. 6, 7, 8, 9, 10. ഇതിന്റെ ഇനിയും കൊടുത്തിരിക്കുന്നത് 1:4 ആണ്. അപ്പോൾ ഇതിലെ കോളം ഇതാണ് കോളം വരിക. ഇതിലെ ഏത് കോളത്തിലെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലെ കോളം 0, 1. 1 എന്ന് തുടങ്ങുന്നത് 7 ആണ്. 7 മുതൽ 4ന് തൊട്ട് മുന്നേ ഉള്ള ഇൻഡെക്സ് 3 വരെയുള്ള ഇൻഡെക്സിലെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. 7, 8, 9. അപ്പോൾ ഫസ്റ്റ് ഈ കോമയ്ക്ക് മുന്നേ കൊടുത്തിരിക്കുന്ന നമ്പർ റോയെ ഡിനോട്ട് ചെയ്യുന്നതും കോമയ്ക്ക് ശേഷം കൊടുത്തിരിക്കുന്നത് കോളത്തിനെ ഡിനോട്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ?
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറഞ്ഞേ, ഇതൊന്ന് പറഞ്ഞേ. 0:2, 2. ത്രീ 8 ആണോ? 3 8 ആണ്. ഇതെന്താ സംഭവിക്കുന്നത്? 0 മുതൽ 2 മുന്നേ ഉള്ള നമ്പർ വരെ, അപ്പൊ 0യും 1ഉം ഉള്ള റോസ് എടുക്കും. അത് ഫസ്റ്റ് റോയും എടുക്കും, സെക്കൻഡ് റോയും എടുക്കും. ഇനി അതിൽ ഏത് കോളത്തിലെ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് ഇൻഡെക്സിലുള്ള നമ്പർ. സെക്കൻഡ് ഇൻഡെക്സിൽ 3 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് ഇൻഡെക്സിൽ 8. അപ്പൊ 3ഉം 8ഉം പ്രിന്റ് ആവും. ഓക്കെ, ഇങ്ങനെ കൊടുത്താലോ? ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കാം? കോമയ്ക്ക് മുന്നിലുള്ളത് റോയെ ഡിനോട്ട് ചെയ്യുന്ന, അതിനുശേഷം കോളത്തിനെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 2 4 7 8 9. 2 3 4 7 8 9 എന്ന് പ്രിന്റ് ആവും അല്ലേ? 2 3 4 7 8 9. 2 3. അത് ഒരു മെട്രിക്സ് ആയിട്ടാണ് പ്രിന്റ് ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മെട്രിക്സിൽ എങ്ങനെയാണ് സ്ലൈസിങ് വർക്ക് ചെയ്യുന്നുള്ളത്. മെട്രിക്സ് സ്ലൈസിങ്ങിൽ 2 നമ്പേഴ്സ് കൊടുക്കണം. കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് 2 കൊടുക്കണം. ആദ്യത്തേത് റോയാണ് ഡിനോട്ട് ചെയ്യുന്നത്, രണ്ടാമത്തേത് കോളത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ലിസ്റ്റും അറേയും തമ്മിലുള്ള വ്യത്യാസം. ലിസ്റ്റ് ഒരു സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആയിരിക്കണം, സെയിം ഡേറ്റ ടൈപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ അറേ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. ലിസ്റ്റിൽ ഡിഫറെന്റ് പറ്റും, അതാണ് ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ അറേയിൽ സൈസ് കുറവാണ്, ലിസ്റ്റിനെ അപേക്ഷിച്ച് സൈസ് കുറവാണ്. അതുപോലെ സ്പീഡിൽ ഓപ്പറേഷൻസ് നടക്കും, കൂടുതൽ ഫങ്ഷൻസ് അതിൽ ചെയ്യാൻ പറ്റും. അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലിസ്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം, അതിന് അറേ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള വേറെ 2 ഫംഗ്ഷനാണ് എ റേഞ്ചും ലിൻ സ്പേസും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. പിന്നെ 1 ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ, 3 ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. അതെങ്ങനെ പ്രിന്റ് ചെയ്യാം, അതിന്റെ ഡയമെൻഷൻ എങ്ങനെ പ്രിന്റ് ചെയ്യാം, സൈസ് എങ്ങനെ പ്രിന്റ് ചെയ്യാം, ഷേപ്പ് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് മനസ്സിലായി. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് റാങ്ക് ആണ്, ടെൻസറിന്റെ റാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സും, ഷേപ്പ് ആണെങ്കിൽ ഓർഡർ, മെട്രിക്സിന്റെ ഓർഡർ ഉണ്ടാവുക. പിന്നെ ഇൻഡെക്സിങ്, അത് നമ്മൾ ലിസ്റ്റിൽ പഠിച്ചതിന് സെയിം ആണ്. സ്ലൈസിങ് മെട്രിക്സിൽ വരുമ്പോൾ 2 നമ്പേഴ്സ് കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതുകൂടെ പറഞ്ഞു നിർത്താം. റീഷേപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യത്തെ ഒരു ഷേപ്പ് നോക്കുക, 1 2 3 4 5 6 എന്നുള്ള ഒരു അറേ ആണ്. ഇതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. അതിനെ 2 ഡയമെൻഷണൽ അറേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. np.reshape, ഇതിന്റെ പേര് എക്സ് എന്നാണ്. ആദ്യത്തെ x, 3 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അറേയെ 3 റോയും 2 കോളവുമുള്ള വേറൊരു മെട്രിക്സ് ആയിട്ട് റീഷേപ്പ് ചെയ്ത് എഴുതാം. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റീഷേപ്പ് എന്നുള്ളത്. അതിനുള്ളിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഏതിനെയാണോ റീഷേപ്പ് ചെയ്യേണ്ടത്, എന്തിലേക്കാണോ റീഷേപ്പ് ചെയ്യേണ്ടത്, ഏത് ഓർഡറിലേക്കാണ് റീഷേപ്പ് ചെയ്യേണ്ടത്, അത് രണ്ടും കൊടുക്കണം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് x, 3 2, അതായത് 3 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആയിട്ട് ആദ്യത്തെ മെട്രിക്സിനെ റീഷേപ്പ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രോഗ്രാം റൺ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. അതിനെ 3 2ലേക്ക് റീഷേപ്പ് ചെയ്യാം. റീഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അതേ മെട്രിക്സ് തന്നെ കിട്ടും. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 3 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ. ഒന്ന് എ റേഞ്ച്, ലിൻ സ്പേസ്, അതുപോലെ റീഷേപ്പ് ഉപയോഗിക്കാം.
ഇതൊക്കെ ഈ ഫങ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി. ഇനി ആവശ്യം വരുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതിവിടെ വെച്ച് നിർത്താം. എന്നിട്ട്